ആ പിന്നെ ഈ പോക്കിനെങ്കിലും നിന്റെ വാദ്യാരോട് വിവരങ്ങളെല്ലാം തുറന്നു പറയണം കേട്ടോ. കൊള്ളാം. നിനക്ക് വേറൊന്നും പറയാനില്ലേ? ഞാൻ തമാശ പറയല്ല, ഇതൊക്കെ എപ്പോഴും തുറന്നു പറയുന്ന നല്ലത്. ആണുങ്ങളുടെ മനസ്സ് കുരങ്ങിനെ പോലെയാ. വേറൊരു മരം കണ്ടാൽ ഉടനെ അങ്ങോട്ട് ചാടും. ഉപദേശത്തിന് വളരെ നന്ദി. പോവാ. എന്റെ മക്കള് കരയല്ലേ, കുട്ടി കരയല്ലടാ. അയ്യോ, ഇത് കുഞ്ഞിന് ഇതെന്താ ചേച്ചി? അതിന് തരാനാ പറഞ്ഞത്. ഉണ്ണി, ഇത് അപ്പേട്ടിന് കൊടുക്ക. മുണ്ട് മാത്രമേ ഉള്ളൂ, ഷർട്ടൊന്നുമില്ലേ? ഷാപ്പിലത്തേക്കുള്ള വകയായി. അമ്മണി, ഓ എനിക്കിതും വേണ്ട. വേണ്ടെങ്കിൽ കൊടുക്കണ്ട ചേച്ചി. എടി, ഇതൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ കൊടുക്കാനുള്ളതാ. ഇല്ല, ഉറങ്ങ വെച്ചേ. ഇന്നാ ചേച്ചി. ചേച്ചി എന്തിനാടി ഇതൊക്കെ? ഇത് അച്ഛനാ, ഒരു മുണ്ടും വരികയും. ഇതകത്ത് കൊണ്ടുവന്ന് വയ്ക്കുക. ശരി അച്ഛാ. പോയി കുളിച്ച് വല്ലതും കഴിക്കുക. എപ്പോ വന്നു? കാലത്ത്. പുതിയ ജോലിയും ചുറ്റുപാടും ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. ഏതായാലും ശാരീരികമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. മാനസികമായിട്ടും ഇല്ല. അന്നും ഇന്നും ഞാൻ ഒരുപോലെ തന്നെയാണ്. അപ്പോ ഞാൻ മാറിയെന്നാണോ? ഒരുപോലെയാണ്. അയച്ച കത്തിന് ഒരു മറുപടി കിട്ടാൻ പോലും അർഹതയില്ല എനിക്ക്. നന്ദിനിയുടെ കത്തുകൾക്ക് ഞാൻ മനഃപൂർവ്വം മറുപടി അയക്കായിരുന്ന നന്ദിനിയെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ നന്ദിനി വിചാരിക്കുന്ന പോലല്ല, ഒരു സഹോദരിയെ മാത്രം. എന്റെ ദുഃഖം മറ്റുള്ളവരെ അറിയിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചിരിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സ് കരയുകയായിരുന്നു. നന്ദിനിക്കറിയാമോ, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു.